ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ യൂണിറ്റ് ടെസ്റ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ടെൻഡർ ടച്ചിലുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. നമ്മൾ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ്റെ ക്ലാസ്സും, അതായത് മലയാളത്തിൽ കഥ വിശദീകരിക്കുന്നതിൻ്റെ ക്ലാസ്സും, അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ആ ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും ലാസ്റ്റ് പേജ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കാണുക. ക്ലാസ്സിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ഏത് ചാപ്റ്റർ ക്ലാസ് വേണമെങ്കിലും നമ്മുടെ ടോപ്പേഴ്സിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് മാത്രമല്ല, മലയാളം, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും ടോപ്പേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, എത്ര മാർക്കാന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് വരാൻ പോകുന്ന ക്വാർട്ടർലി എക്സാമിന്, ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ആക്ടിവിറ്റി 1 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Visit your kitchen and make a list of kitchen utensils in the kitchen. Write them below. അതായത് നിങ്ങൾ കിച്ചണിലുള്ള, അടുക്കളയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അടുക്കളയിലുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, ആ ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. നമ്മളതൊരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ആക്ടിവിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് കിച്ചൺ ഐറ്റത്തിൻ്റെ പേര് എഴുതാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും അല്ലേ. ഇവിടെ എന്ത് ചെയ്യുക, ഒരു 10 കിച്ചണിൽ കാണുന്ന 10 സാധനങ്ങളുടെ പേര് ഇവിടെ എഴുതുക. അതായത് ഫുഡ് ഐറ്റത്തിന്റെ പേരല്ല, ഭക്ഷണത്തിന്റെ പേരല്ല എഴുതാൻ പറയുന്നത്, കിച്ചണിൽ കാണുന്ന ഉപകരണങ്ങളുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി, ആഡ് suitable colors to the kitchen utensils given below. അതായത് അടുക്കളയിലെ കുറച്ച് ഉപകരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് അനുയോജ്യമായിട്ടുള്ള നിറം കൊടുക്കാനാണ് പറയുന്നത്. വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് അല്ലേ കളർ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചിത്രങ്ങൾ, നമ്മുടെ അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങൾ ചിത്രങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആക്ടിവിറ്റി 3 identify the rhyming words and give the same color to each pair. അത് എന്ത് ചെയ്യാൻ പറയുന്നത്, റൈമിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സെയിം റൈമിംഗ് വേർഡ്സിന്റെ പെയറിന് അതേ പട്ടത്തിന് എന്ത് ചെയ്യുക, അതേ നിറം കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ, ഏതൊക്കെ വേർഡ്സ്, സൈറ്റ്, ടോൾഡ്, മൈൻഡ്. അപ്പോൾ മൈൻഡിന്റെ പെയർ ഇതിൽ ഏതാണോ ആ പട്ടത്തിന് നീല കളർ തന്നെ കൊടുക്കുക. ടോൾഡിന്റെ പെയർ ഇതിൽ ഏതാണ് അതിനെന്ത് ചെയ്യുക, യെല്ലോ കളർ കൊടുക്കുക. സൈറ്റിന്റെ പെയർ ഇതിൽ ഏതാണ് അതിനെന്ത് ചെയ്യുക, റെഡ് കളർ കൊടുക്കുക. ഇവിടെ എന്താ ഉത്തരമായിട്ട് വരുന്നത്, കൈൻഡ്, റൈറ്റ്, സ്കോൾഡ്. 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഇത്. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, വാട്ട് ഡസ് ദിസ് മദർ ഡൂയിങ് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ അമ്മ എന്താണ് ചിത്രത്തിൽ ചെയ്യുന്നത്. 2ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഫാദർ ഡൂയിങ് ഇൻ ദ കിച്ചൺ. അച്ഛൻ എന്താണ് അടുക്കളയിൽ ചെയ്യുന്നത്. അതായത് അവിടെ അമ്മയും അച്ഛനും കുട്ടികളാണുള്ളത് അല്ലേ. അപ്പം അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. സെന്റൻസ് ആക്കി തന്നെ എഴുതാൻ ശ്രമിക്കുക. വേർഡ്സ് അല്ല ചെയ്യേണ്ടത്, സെന്റൻസ് ആക്കി എഴുതുക. ഓക്കെ, അച്ഛനും അമ്മയും എന്താണ് അടുക്കളയിൽ ചെയ്യുന്നത് എന്നുള്ളത്, അതായത് അവിടെ ഒരു വർക്ക് ചെയ്യുകയാണ് അല്ലേ. അമ്മ എന്താ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അച്ഛൻ എന്താണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അച്ഛൻ വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, അത് എന്താണ് അവിടെ ചെയ്യുന്നത്, അവർ എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി, which are the given pictures show the act of kindness. അതായത് ഏതൊക്കെ ചിത്രങ്ങളാണ് കൈൻഡ്നെസ് എന്ന് വെച്ചാൽ ദയ അല്ലെ, മറ്റുള്ളവരുടെ സ്നേഹത്തോടെ ദയയോടുകൂടെ പെരുമാറുന്നതാണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ, അത്തരം ഏതൊക്കെ പ്രവർത്തികളാണ് ഇവിടെ ചിത്രത്തിലുള്ളത്, ആ ചിത്രങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യാനാണ് പറയണത്. 5 മാർക്കിന്റെ ചോദ്യമാണിത്. അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റി, Sasha offered ഉണ്ണിയപ്പം to the girl, but she didn't accept it. Write the diary entry of Sasha on that day. അതായത് സാഷ കുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തു, ആ ഗേളിന് ഉണ്ണിയപ്പം കൊടുത്തു, പക്ഷെ അവൾ ഉണ്ണിയപ്പം വാങ്ങിയോ ഇല്ല അല്ലെ, അവൾ ഉണ്ണിയപ്പം വാങ്ങാണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പം അന്നേ ദിവസത്തെ സാഷയുടെ ഡയറിയാണ് എഴുതേണ്ടത്. ഓക്കെ, സാഷ എന്തൊക്കെയായിരിക്കും അപ്പോൾ അവിടെ ചിന്തിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് ആ ഡയറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഡയറി എഴുതുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഡേയും ഡേറ്റും എഴുതാൻ വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വാരി വലിച്ച് എഴുതാതെ, എന്നാൽ അത്യാവശ്യം ഉണ്ടായിരിക്കണം, അത്യാവശ്യം വിഷയം ഉണ്ടായിരിക്കണം, അതിൽ എന്തൊക്കെ നടന്നുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം അന്ന് സാക്ഷിയുടെ ഡയറിയാണ് ഇവിടെ എഴുതാൻ പറയുന്നത് കേട്ടോ. ഇതാണ് 6ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 7ാമത്തെ ആക്ടിവിറ്റി,
റൈറ്റ് എ ഫോൺ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് അനുപമ ടീച്ചർ. സാഷയും അനുപമ ടീച്ചറും തമ്മിലുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. ആ സാഷ എന്ത് പറയുന്നുണ്ട്? ഹലോ ടീച്ചർ, ദിസ് ഈസ് സാഷ ടോക്കിംഗ്. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു? ടെൽ മീ സാഷ. അപ്പോൾ എന്തായിരിക്കും സാഷ പറഞ്ഞു? എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ആ ഗേളിനെ സ്കൂളിൽ ചേർത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വിഷയം വരുന്നത്. ആ ഗേൾ ഇതുപോലെ ഒരു ഗേളിൻ്റെ ആ പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്തണം റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വിഷയം വരുന്നത്. അത് സംസാരിക്കാനാണ് സാഷ ടീച്ചറെ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് 8ാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ പോം യൂസിങ് ദ ഗിവൺ ഹിൻസ് ആൻഡ് ആഡ് മോർ ലൈൻസ്. ഇവിടെ തന്നിരിക്കുന്ന ഹിൻസ്, ഈ യെല്ലോ കളർ ബോക്സിലുള്ളതാണ് ഹിൻസ്. ഇത് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? ഈ കാണുന്ന പോം വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക. അതിനുശേഷം ഈ ഒരു പോമിന് കണ്ടിന്യൂ ആയിട്ട് ഒരു 4 വരി എഴുതുകയും കൂടെ ചെയ്യണം. ആദ്യം വായിക്കാം. അത് ഹിൻസ് എന്തൊക്കെയാണെന്ന് വായിക്കാം. യെല്ലോ, ബ്ലൂ, റെഡ്, ക്യാരറ്റ്. ആദ്യത്തെ സ്റ്റാൻസിൽ എന്താ പറയണത്? ആൻ ആപ്പിൾ ഈസ് ഏത് കളറാണെന്ന് എഴുതുക. എ ബ്ലൂബെറി ഈസ് ഏത് കളറാണെന്ന് എഴുതുക. എ ബനാന ഈസ് ഏത് കളറാണെന്ന് എഴുതുക. ആൻഡ് എ ലെമൺ ടു. പിന്നെ അടുത്ത എ ഡാഷ് ഈസ് ഓറഞ്ച്. അപ്പോൾ ഏതാണ് ഇവിടെ ഓറഞ്ച്? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ഹിന്ദിയിലുള്ളതാണ് എഴുതേണ്ടത്. ആൻഡ് ആൻ ഓറഞ്ച് ടു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ യു. അടുത്ത ഇതേപോലുള്ള 4 വരി എഴുതി ചേർക്കുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് 9ാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ പോം അബൌട്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ചെറിയൊരു പോമാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഫസ്റ്റ് 2 വരി ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള വരികളാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഫസ്റ്റ് 2 വരി എന്താ? ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ കെൻ പ്ലേ ആൻഡ് ഷെയർ. ഫ്രണ്ട്സ് ആർ കൈൻഡ് ആൻഡ് ബെസ്റ്റ്. അതുപോലെ എന്ത് ചെയ്യും? ഒരു 5 വരി കൂട്ടിച്ചേർക്കുക. 5 മാർക്കിൻ്റെ ചോദ്യമാണിത്. 9ാമത്തെ ആക്ടിവിറ്റി. അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് ദ നെയിംസ് ഓഫ് ഗെയിംസ് യു പ്ലേ വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഗെയിംസിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്ന ഗെയിംസിൻ്റെ പേര് ഇവിടെ എഴുതി ചേർക്കുക. നമ്മൾ ഗെയിംസിൻ്റെ പേരൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ആ പോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഗെയിംസിൻ്റെ പേരൊക്കെ എഴുതാൻ അറിയുമെന്ന് കരുതുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ എഴുതി ചേർക്കുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ് 10ാമത്തെ ആക്ടിവിറ്റി. അടുത്തത് 11ാമത്തെ ആക്ടിവിറ്റി, Sasha brought Unniyappam from her home. She is so happy to distribute it in class. Describe the below picture in your own words. അപ്പോൾ എന്തൊക്കെയാണ് ചിത്രത്തിൽ അപ്പോൾ സാഷ ഫ്രണ്ട്സിന് കൊടുക്കാൻ ഉണ്ണിയപ്പം കൊണ്ടുവന്നു. അവൾ എല്ലാവർക്കും അത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്താം? അവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഈറ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, സിറ്റിംഗ്, ലോഫിംഗ്, റഷിംഗ്, റീഡിംഗ്, ഡാൻസിങ്, റൈറ്റിംഗ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? അവിടെ ഈ പിക്ചർ എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്തൊരു സെൻറ്റൻസിലാക്കി എഴുതുക. 5 മാർക്കിൻ്റെ ചോദ്യമാണിത്. അടുത്തത് 12ാമത്തെ ആക്ടിവിറ്റി, സാഷ റിട്ടേൺഡ് ഹോം ആഫ്റ്റർ സ്കൂൾ. ഷീ സെഡ് അബൌട്ട് ദ ഗേൾ ടു ഹെർ മദർ. വാട്ട് വുൾ ബി ദെയർ ടോക്സ്? റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ മദർ. സാഷ തിരിച്ചു വന്നു, സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. സാഷ ആ പെൺകുട്ടിയെ അവിടെ കണ്ട ആ പെൺകുട്ടിയെ കുറിച്ച് അവളുടെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും സാഷയും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ? എന്തൊക്കെയായിരിക്കും? അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ സാഷ വന്ന് അമ്മയോട് പറയണം, ഹായ് മോം, ഐ ആം ഹോം, ഞാൻ വന്നു എന്ന് പറയുകയാണ്. അപ്പം അമ്മ എന്ത് പറഞ്ഞു? ഹായ് ഡിയർ. അതിനുശേഷം ബാക്കിയുള്ള എന്ത് ചെയ്യുക? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് ആക്ടിവിറ്റി 13, the girl ran away without accepting the ഉണ്ണിയപ്പം. Sasha became disappointed. What could be Sasha's thought on that day? അതായത് സാഷ ഉണ്ണിയപ്പം കൊടുത്തു, ആ കുട്ടി അത് വാങ്ങിയില്ല. അപ്പോൾ സാഷ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? സാഷയുടെ തോട്ട്സ് ആണ് എഴുതേണ്ടത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. സാഷ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അതാണ് ഇവിടെ എഴുതേണ്ടത്. മൊത്തം 13 ആക്ടിവിറ്റീസ് ആണ് അല്ലേ? 13 ആക്ടിവിറ്റീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.